പ്രൊഫസർ റോണി, പുൽവാമ ഭീകരാക്രമണത്തിലുള്ള കോൺഗ്രസിന്റെ കള്ളങ്ങളും പൊളിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ അല്ല പ്രതി എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പുൽവാമയിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ, ഭീകരവാദ ആക്രമണത്തിന് പിന്നില് ഇത് പാകിസ്ഥാനാണ് എന്ന് പകൽപ്പന വ്യക്തം. അല്ലാതെ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്നല്ലേ പറഞ്ഞത്? അല്ല, അതിനകത്ത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്തായിരുന്നു? നിങ്ങൾ സത്യപാൽ മാലിക് അന്നത്തെ JNK ഗവർണർ പറഞ്ഞത് അത് നിങ്ങൾ വലിയൊരു ആയുധമാക്കി അല്ലേ? പക്ഷേ സത്യപാൽ മാലിക് ഏത് കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞതെന്ന് അന്ന് നിങ്ങളത് ചെവി കൊടുത്തില്ല. പക്ഷേ നിങ്ങൾ മോദിയെ അടിക്കാൻ ഒരു വടി കിട്ടിയപ്പോൾ അത് കൃത്യമായിട്ട് എടുത്തു പ്രയോഗിച്ചു. ഇല്ല, ഈ ഞങ്ങള് പറഞ്ഞ ആരോപണങ്ങള് സത്യപാൽ മാലിക് ശരിവെക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞത് കൃത്യമായിട്ടുള്ള റെക്കോർഡിക്കൽ ബേസിലാണ്. അല്ല, അതാണല്ലോ ഇപ്പൊ പൊളിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിരിക്കുക ഞങ്ങളുടെ ടാക്ടിക്കൽ ബ്രില്യൻസ് ആണ് പുൽവാമ ഭീകരാക്രമണത്തിൽ ഉണ്ടായതെന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ അതൊരു വളരെ വ്യക്തമല്ലേ അത്? അല്ല, നമ്മൾ ഇതിനെ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കരുത്. പാകിസ്ഥാൻ അല്ല ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. ആ സംഭവം ഉണ്ടായ ആദ്യം തൊട്ട് തന്നെ നമുക്കറിയാം ഇത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന ടെററിസം തന്നെയാണ്. ഉത്തരവാദി പാകിസ്ഥാനാണെന്ന് പറഞ്ഞല്ലോ. കേന്ദ്ര സർക്കാരാണ് ഈ 40 പേരെ കൊന്നത്, കേന്ദ്ര സർക്കാരാണ്, അത് മനഃപൂർവ്വമാണ്, അത് തെരഞ്ഞെടുപ്പിൽ എന്തോ നേട്ടം ഉണ്ടാക്കാനാണെന്നൊക്കെയല്ലേ അന്ന് പ്രചരിപ്പിച്ചത്? ഒരിക്കലും ഞങ്ങൾ പറഞ്ഞ എന്താണ്, അതായത് ജമ്മു ആൻഡ് കാശ്മീർ പോലീസിന്റെ DGP കൃത്യമായി പറഞ്ഞാൽ 2019 ഫെബ്രുവരി മാസം 8-ാം തീയതി കൃത്യമായി തന്നെ BSF-നുൾപ്പെടെ CRPF-നുൾപ്പെടെ കേന്ദ്ര സർക്കാരിനുൾപ്പെടെ കൃത്യമായി വിവരം കൊടുത്തിട്ടുണ്ട്. ഒരു തീവ്രവാദി ആക്രമണം അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുന്നുണ്ട്, അതിനുള്ള കരിക്കുള്ള തീവ്രവാദികൾ നീക്കുന്നുണ്ട്, അതിന് മുൻകരുതൽ എടുക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ CRPF കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു, ഞങ്ങൾ എയർലിഫ്റ്റ് ചെയ്യണം, ആൾക്കാർ ഇങ്ങനെ കോൺവോയ് ആയി വാഹനങ്ങളിലേക്ക് കൊണ്ടുപോകരുത്, അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിനകത്ത് ഒരു തീരുമാനം എടുത്തില്ല, അത് അനുവദിച്ചില്ല. കോൺവോയ് ആയിട്ട് പട്ടാളക്കാരെ വിട്ടു, ഇതിനെ ഇരകളാക്കി മാറ്റി. അതാണ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം. കാശ്മീരിൽ എല്ലാ ഏരിയയും സെൻസിറ്റീവ് ഏരിയാസ് ആയിരുന്നല്ലോ, എപ്പോഴും ടെൻഷൻ നിലനിന്നിരുന്ന സ്ഥലങ്ങളാണല്ലോ കാശ്മീർ. ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടാവും. അല്ല, ഈ എയർലിഫ്റ്റ് എന്നൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ട. കാരണം ഞമ്മളല്ല, കാശ്മീരിന്റെ എല്ലാ മേഖലകളിലും ഒന്ന് സെൻസിറ്റീവ് ആണ്, എവിടെ വേണമെങ്കിലും ഒരു തീവ്രവാദി ആക്രമണം നടക്കാം. ഇപ്പോൾ പോലും നമുക്കറിയാം ഈ പഹൽഗാമില് വന്നത് അത് ജമ്മുവിൽ ആക്രമണം ഉണ്ടാകുന്നതായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട്. പക്ഷെ പഹൽഗാമിലാണ്, നമുക്കറിയാം എല്ലാം സെൻസിറ്റീവ് ഏരിയാസ് ആണ്. പക്ഷെ ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾ എയർലിഫ്റ്റ് ചെയ്യണം എന്ന റിക്വസ്റ്റ് ഈ CRPF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ അതിനനുകൂലമായി കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്, അതാണ് ഞങ്ങൾ വിമർശിച്ചത്. അതിനെയാണ് പിന്നീട് സത്യപാൽ മാലിക് ശരിവെച്ചത്. അതാണ് അതിന്റെ യഥാർത്ഥ ഇൻസിഡന്റ്. അല്ലാതെ പാകിസ്ഥാൻ അല്ല എന്ന് ഒരിടത്തും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഇന്ന് വളരെ കൃത്യമായി തന്നെ അത് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ട്. ഓൺ ചെയ്തിരിക്കുന്നു.